ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഹലോ മാഡം. ഗുണശേഖര, ഒരു കാര്യം ഏൽപ്പിച്ച കൃത്യമായിട്ട് ചെയ്യാൻ അറിയില്ല തനിക്ക്. നന്ദിനിയുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ പോലീസുകാർ കണ്ടെടുത്തു. ഇനിയും കുറച്ച് കഴിയുമ്പം അവളെയും പോലീസുകാർ കണ്ടെത്തുവോ? അത് മാഡം, എന്തിനും ശേഷിയുള്ളവനാ താനെന്ന് വിശ്വസിച്ച അവളെ കടത്തിക്കൊണ്ടുപോവാൻ ഞാൻ പറഞ്ഞ. അതബദ്ധമായെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അവളിപ്പോ എവിടെയുണ്ട്? എനിക്കറിയില്ല മാഡം. അറിയില്ലെന്നോ? അതെന്താ? അവളെ കടത്തിക്കൊണ്ടുവരാൻ താൻ നിയോഗിച്ചവര് വേറെ എവിടെയെങ്കിലും കടന്നു കളഞ്ഞോ? മാഡം, ഞാൻ പറയുന്നതൊന്ന് സമാധാനമായിട്ട് കേൾക്ക്. മാഡം പറഞ്ഞതനുസരിച്ച് അവളെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ആളെ അയച്ചിരുന്നു. പക്ഷേ അവർക്ക് അവളുടെ അടുത്തെത്താൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് ഒരു പോലീസ് വണ്ടി വന്നതുകൊണ്ട് അവർക്ക് പിന്തിരിഞ്ഞു പോകേണ്ടി വന്നു. നോ ഗുണശേഖര, താൻ എന്നോട് കള്ളം പറയാൻ നോക്കല്ലേ. നന്ദിനി മിസ്സിംഗ് ആണ്. ഇപ്പോ താൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാൽ ശരിയാവുന്ന എങ്ങനെയാ? മാഡം, ഞാൻ പറഞ്ഞത് കാര്യമാ. അവളെ പിടിക്കാൻ പോയവര് ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. ഗുണശേഖര, അവളെ കൊണ്ടുപോകുന്നതിന് ഞാൻ നിനക്ക് പണം ഓഫർ ചെയ്തേ. അതിലൊരു ഡബിൾ പ്ലേ കളിച്ച് ലാഭം കൂട്ടാനാണ് ശ്രമമെങ്കിൽ തന്റെ കാര്യം കഷ്ടത്തിലാവേ. കേട്ടല്ലോ, എന്റെ ഒരു കോള് മതി. ഈ സിറ്റിയിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ എത്തും. തനിക്ക് കാണണോ? മാഡം എന്നെ ഭീഷണിപ്പെടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു സത്യമാ. പക്ഷെ അവളെ കാണുന്നില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ വേറെ ആരായിരിക്കും? ഞാൻ വേണമെങ്കിൽ എന്റെ പരിധിയിലൊന്ന് അന്വേഷിക്കാം. അന്വേഷിക്കണം. അവളെ തിരിച്ചു കിട്ടണമെന്നൊന്നും എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല. അവള് എവിടെ പോയി, എന്താ അവരുടെ ലക്ഷ്യം, അത് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഞാനൊന്ന് അന്വേഷിച്ചിട്ട് തിരിച്ചു വിളിക്കാം മാഡം. നിന്നെയൊക്കെ തീറ്റിപ്പോറ്റി കൂടെ കൊണ്ട് നടന്നിട്ടേ നാണക്കേട് മാത്രം എനിക്ക് മിച്ചം. വിശ്വസിച്ചൊരു ജോലി ഏൽപ്പിക്കുന്നവര് തള്ളിപ്പറയാൻ തുടങ്ങിയാലേ പിന്നെ ഞാനും നീയൊന്നും ബാക്കിയുണ്ടാവില്ല. അവളെവിടെയാ സാവിത്രി? അവളോട് വരാൻ പറഞ്ഞില്ലേ? വരാൻ പറഞ്ഞിട്ടുണ്ട്. വരട്ടെ. ചെയ്യുന്നത് ഗുണ്ടാപ്പണിയാണെങ്കിലും ഏറ്റവും കൃത്യനിഷ്ഠ വേണ്ട ഒന്നാ. അത് ഞാൻ പഠിപ്പിച്ചു തരാം എല്ലാത്തിനെയും. നന്ദിനി ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ? എനിക്കറിയില്ല. തട്ടിക്കൊണ്ടുപോവാൻ മാത്രമേ പറഞ്ഞുള്ളൂ, കൊല്ലാൻ പറഞ്ഞില്ലേ? നീ എന്തൊക്കെ പറയുന്നേ? ഞാൻ ആരെയും തട്ടിക്കൊണ്ടു പോവാൻ പറഞ്ഞിട്ടില്ല. ഒന്ന് ചുമ്മാതിരിക്കും മാഡം. മാഡം അല്ലാത്ത നന്ദിനി ആര് തട്ടിക്കൊണ്ടുപോവാനാ? സംഗതി കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി മാഡം തന്നെ ഇതിന്റെ പുറകിലെന്ന്. എന്നിട്ട് ആരോടെങ്കിലൊക്കെ കൊട്ടി ഘോഷിച്ചോ നീ? അതിനും മടിക്കില്ലല്ലോ നീ. ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല മാഡം. മാഡം പേടിക്കണ്ട. അവള് ചത്താലും അവിടെ സൂര്യസാറും യതിസാറും മാത്രമേ ഇച്ചിരിയെങ്കിലും വിഷമിക്കുള്ളൂ. ബാക്കിയുള്ളവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. മാത്രമല്ല, മാഡം ആണ് അവളെ തട്ടിക്കൊണ്ടുപോയതെന്നും മാഡം ആണ് അവളെ അവസാനിപ്പിച്ചതെന്നും പത്മ മാഡം ബാക്കിയുള്ളവരൊക്കെ അറിഞ്ഞാലേ മാഡത്തിന് അവര് മാലയിട്ട് സ്വീകരിക്കും. നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവാത്തെ? ഞാൻ അവളെ ഒന്നും ചെയ്യാൻ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്കെന്താ അതിന്റെയൊക്കെ ആവശ്യം? അല്ല, അപ്പൊ മാഡം സത്യമാണോ പറയുന്നേ? അതെ.
പിന്നെ നന്ദിനി ആര് തട്ടിക്കൊണ്ടു പോവാനാ? അല്ല, തട്ടിക്കൊണ്ടു പോയിട്ടും എന്താ കാര്യം? അവളെ ഇതിനു മുമ്പ് ആളുകൾ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. ഇത് ആദ്യത്തെ സംഭവമൊന്നും അല്ല. അല്ല മാഡം, അങ്ങനെ ചെയ്യണമെങ്കിലേ ഒരു കാരണം വേണ്ടേ? ഇനി അവളുടെ കയ്യില് വല്ല നിധി വല്ല ഉണ്ടോ? അല്ല, ഈ വിലപ്പെട്ട രത്നം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ പാരമ്പര്യമായിട്ട് കിട്ടിയ എന്തെങ്കിലും? മീണ്ടാതിരിക്കെ. കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തവളുടെ കയ്യിലാണോ പാരമ്പര്യമായിട്ട് കിട്ടിയ രത്നം? അതൊന്നും അല്ല കാരണം. അവള് നാട്ടില് കുറച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും അതാരാന്ന് കണ്ടുപിടിക്കും മാഡം. എന്നിട്ട് ഈ കൊണ്ടുപോയ പോക്കില് അവളെ അങ്ങ് തീർത്തു കളയാൻ പറ. അതിന് അവരാരാണെന്ന് എനിക്കറിയില്ലല്ലോ. മാഡം, പത്മ മാഡമായിട്ട് നല്ല കമ്പനിയല്ലേ? അവളുടെ ശത്രുക്കൾ ആരാണെന്ന് ചോദിച്ചാ മാഡം പറഞ്ഞുതരില്ലേ? അവളെ നശിപ്പിക്കാനാണെന്ന് പറഞ്ഞാലേ പത്മ മാഡം എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു തരും. ഞാൻ വിളിക്കാം പത്മാന്റെ. നന്ദിനി പത്മ മാഡത്തിന്റെ ഒപ്പം വളർന്നതിലെ പത്മ മാഡത്തിന് നല്ല ദേഷ്യമുണ്ട്. മാഡം ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പത്മ മാഡം തന്നെയായിരിക്കും ഇതിന്റെ പുറകില്. ചില നേരത്തെ പത്മ മാഡത്തിന്റെ മുഖത്ത് ദേഷ്യം കണ്ടാലുണ്ടല്ലോ, എനിക്ക് തന്നെ പേടിയാവാറുണ്ട്. അവളെ കാണാതാവുമ്പോഴൊക്കെ എല്ലാരും സന്തോഷിക്കും. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സൂര്യ അവളെ കണ്ടുപിടിച്ചുകൊണ്ട് വരികയും ചെയ്യും. ഇത്രയും നാളും തട്ടിക്കൊണ്ടുപോയപ്പോഴും അവള് ജീവനോടുണ്ടായിരുന്നല്ലോ. പക്ഷേ ഇത്തവണ അവള് ചത്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നേ. ചാവുകയാണെങ്കിൽ ചാവട്ടെന്നേ, അത്രയും സ്വസ്ഥത കിട്ടുമല്ലോ മനസ്സിന്. അവളായിട്ട് ഒളിച്ചോടിയതാണെങ്കിൽ അവൾ ഇനി തിരിച്ചു വരില്ല. എന്നാലും എവിടെയായിരിക്കും നന്ദിനി? ഇവിടുന്ന് രക്ഷപ്പെടാൻ ഇന്നലെ ഒരു വഴി കാണിച്ചു തരണേ. ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നെ?